പ്രകൃതി എത്ര മനോഹരമാണ്. ഓരോ പദവും പരസ്പരം ചേർന്നാൽ മാത്രം പൂർണ്ണമാകുന്ന കവിത പോലെ. നീയില്ലെങ്കിൽ ഞാനില്ല എന്ന തിരിച്ചറിവ് നമ്മെ കൊണ്ടെത്തിക്കുന്നത് പ്രകൃതിയിലേക്കാണ്. ദൈവം ഒരു ചിത്രകാരനെ പോലെയാവും ഭൂമിയെ സൃഷ്ടിച്ചത്. ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. ഓരോ നിറച്ചാർത്തിനു ശേഷവും അവൻ അതിനെ ആസ്വദിക്കുന്നത്. ഹാ, എത്ര മനോഹരം എന്ന് പറഞ്ഞ് ആനന്ദിക്കുന്നത്. എങ്കിലും തൃപ്തനാകാതെ ഏറെ വ്യസനിക്കുന്നത്. ഒടുവിൽ ആ ചിത്രത്തിനടിയിൽ തൻ്റെ കയ്യൊപ്പുകൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ച് പൂർണ്ണതയിൽ നിർവൃതി കൊള്ളുന്നത്. ഭൂമി എന്ന ഈ അതുല്യ സൃഷ്ടിയിൽ തന്നെ അന്നവും ഔഷധവും ആനന്ദവും അവൻ മനുഷ്യനായി ഒരുക്കി വച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ അനുഗ്രഹങ്ങൾ തേടിയുള്ള ഓരോ യാത്രയും നമ്മുടെ തൊടിയിൽ തന്നെ അവസാനിക്കുമെന്നതാണ് സത്യം. നമ്മുടെ കയ്യെത്തും ദൂരത്തുള്ള തൊടിയിലെ സൗഖ്യത്തെ തിരിച്ചറിയുവാൻ നമുക്കും ശ്രമിക്കാം. തൊടിയിലെ സൗഖ്യം എന്ന പ്രോഗ്രാമിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നാം കാണുന്നു, ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു, അത് മനോഹരമായിരിക്കുന്നു എന്ന് കണ്ടു. മൂന്നാം ദിവസം എല്ലാത്തരം ഹരിതസസ്യങ്ങളും ഫലവൃക്ഷങ്ങളും വിത്തോടു കൂടിയ ഫലങ്ങളും ദൈവം ഈ ഭൂമിയിലേക്ക് സൃഷ്ടിച്ചു. അങ്ങനെ ജീവന്റെ നാമ്പുകൾ ആദ്യമായി ഭൂമിയിൽ മുളയെടുത്തു. ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുൻപ് അവന് വേണ്ട എല്ലാ സാധനങ്ങളും ഈ ഭൂമിയിൽ അവന് ജീവിക്കാൻ ആവശ്യമായ എല്ലാം അവിടുന്ന് സൃഷ്ടിച്ചിട്ടാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. വെളിപാടിൻ്റെ പുസ്തകം 22-ാം അധ്യായം 2-ാം വാക്യത്തിൽ പറയുന്നു, നഗരമധ്യത്തിൽ നദികളുടെ ഇരുവശങ്ങളിലുമായി 12 തരം ഫലങ്ങൾ കായ്ക്കുന്ന വൃക്ഷങ്ങൾ നിൽക്കുന്നു. അവ മാസം തോറും ഫലങ്ങൾ തരുന്നു. അവയുടെ ഇല ജനങ്ങളുടെ രോഗസൗഖ്യത്തിന് ഉള്ളതാണ്. ഈ ഭൂമിയിൽ ദൈവം ഓരോ സസ്യങ്ങളെയും മുളപ്പിച്ചപ്പോൾ അതിന് പ്രത്യേകമായ ഒരു ധർമ്മവും ഒരു കർമ്മവും ഒരുക്കി വച്ചിട്ടുണ്ട്. നമ്മുടെ പൂന്തോട്ടങ്ങളിലോ നെൽപ്പാടങ്ങളിലോ ഒക്കെ കളയായി വളരുന്ന സാധനങ്ങളും നമ്മുടെ ജീവൻ്റെ മൂല്യത്തിന് വില കൽപ്പിക്കുന്നവയാണ്. ഒരു ചെറിയ സസ്യം പോലും നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രിയപ്പെട്ടതാകുന്നത് അപ്പോഴാണ്. ഭൂമിയിൽ ദൈവം ഓരോ ഹരിതസസ്യങ്ങളും മുളപ്പിച്ചപ്പോൾ അവിടുന്ന് സങ്കീർത്തനത്തിൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, അവ ജനങ്ങളുടെ വിശപ്പകറ്റാനും രോഗമകറ്റാനും വേണ്ടിയാണ് എന്ന്. ഇന്ന് നമ്മൾ പ്രത്യേകമായിട്ട് കാണുന്നത് നമ്മുടെ വീട്ടുമുറ്റത്ത് കാണുന്ന ഒരു കളയാണ്. പക്ഷേ അത് ഏറ്റവും മൂല്യമേറിയ ഔഷധ സസ്യവുമായ മുത്തങ്ങ എന്ന ഒരു ഔഷധ സസ്യത്തെക്കുറിച്ചാണ്. മുത്തങ്ങ, മുസ്ത, കോര എന്നീ പല നാമങ്ങളിലാണ് ഈ ചെടി അറിയപ്പെടുന്നത്. സൈപ്രസ് റൊട്ടൻഡസ് എന്നാണ് ഇതിൻ്റെ ശാസ്ത്രീയ നാമം. നമുക്കറിയാം, ഈ ലോകത്തിൽ 36 തരം മുത്തങ്ങയെക്കുറിച്ച് പറയുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ടും 3 എണ്ണമാണ് ഇന്ന് നമ്മുടെ ഈ പ്രദേശങ്ങളിലോ നമ്മുടെ ചുറ്റുപാടുകളിലോ ഒക്കെ കാണാൻ സാധിക്കുന്നത്. ഒന്നാമത്തേതായിട്ട് നഗരമുസ്ത. നമുക്കറിയാം, പണ്ട് കാലങ്ങളിൽ പായ ഉണ്ടാക്കാൻ ഉപയോഗിച്ചിരുന്ന തഴ, പുഴയുടെ ഇരുവശങ്ങളുമായി കാണപ്പെടുന്ന ഒരു ഹെർബൽ ചെടി എന്ന് വെച്ചാൽ ഒരു അത്യാവശ്യം പൊക്കത്തിൽ വളരുന്ന നീണ്ട ഇലയുള്ള ഒരു ചെടിയാണത്. അതല്ല, രണ്ടാമത്തേതാണ് ഭദ്രമുസ്ത. അതാണ് നമ്മൾ ഔഷധത്തിനായിട്ട് ഉപയോഗിക്കുന്ന നമ്മുടെ തൊടികളിൽ കാണപ്പെടുന്ന ചെടി. മൂന്നാമത്തേതായിട്ട് കാണുന്ന ചെടിയാണ് നമ്മുടെ പുഴയുടെ സൈഡുകളിൽ ജലമുസ്ത എന്നറിയപ്പെടുന്നു. പുഴയുടെ 2 വശങ്ങളിലും കട്ടിയുള്ള വേരോടുകൂടി കാണപ്പെടുന്ന ഒരു ചെടിയാണ്. വളരെ നിറയെ പച്ച ഇലകളോട് കൂടി കാണപ്പെടുന്ന ചെടിയാണ്. ഇതിൽ ഭദ്രമുസ്ത എന്ന് പറയുന്ന നമ്മുടെ സാധാരണ ഇടങ്ങളിൽ കാണുന്ന ചെടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. മഴക്കാലമായി കഴിഞ്ഞാൽ നമ്മുടെ തോട്ടങ്ങളിൽ നെൽപ്പാടങ്ങളിലൊക്കെ കളയായിട്ട് കാണുന്ന ഒരു ചെടിയാണ് മുസ്ത.
ഇതിൻ്റെ വിവിധ ഘടകങ്ങളെക്കുറിച്ച്, ഗുണങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് പരിശോധിക്കാം. മുത്തങ്ങ എന്ന ചെടിയുടെ ഘടന, അതാണ് നമ്മളിനി നോക്കാനായിട്ട് പോകുന്നത്. ഇതാണ് മുത്തങ്ങയുടെ ഒരു ചെടി. സാധാരണ നമ്മുടെ സ്ഥലങ്ങളിലൊക്കെ പുല്ലായിട്ട് നമ്മൾ കാണുന്ന ഒരു ചെടിയാണിത്. ഇതിൻ്റെ വേര് അല്ലെങ്കിൽ ഇതിൻ്റെ കിഴങ്ങാണ് നമ്മൾ ഔഷധത്തിനായിട്ട് ഉപയോഗിക്കുന്നത്. കിഴങ്ങിന് ഒരു കറുപ്പ് നിറത്തോടു കൂടിയ തൊലിയാണുള്ളത്. ഈ തൊലി പൊളിച്ചു കളഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ വെള്ള കിഴങ്ങാണ് കാണാനായിട്ട് സാധിക്കുക. ഒരു പ്രത്യേക സുഗന്ധവും ഈ കിഴങ്ങിന് ഉണ്ട്. ഈ ചെടി ഇലകൾ ഒരു 10-15 സെൻറ്റിമീറ്റർ നീളത്തിലാണ് ഇലകൾ കാണുക. വേരിൽ നിന്ന് തന്നെ അല്ലെങ്കിൽ ചെടിയുടെ അടിഭാഗത്തു നിന്ന് തന്നെ ഇലകൾ ഉണ്ടാകുന്നു. 0.5 സെൻറ്റിമീറ്റർ അതായിരിക്കും ഇലയുടെ വീതി. ഇതിൻ്റെ നടുക്ക് നിന്ന് വരുന്ന ഒരു തണ്ടിലാണ് നമുക്ക് പൂക്കളും ഇതിൻ്റെ വിത്തും കാണാനായിട്ട് സാധിക്കുന്നത്. പൂക്കൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ബ്രാഞ്ചസ് ആയിട്ട് അല്ലെങ്കിൽ കൂട്ടമായിട്ടാണ് കാണുക. വളരെ ചെറിയ വെളുത്ത പൂക്കൾ ഇതിൻ്റെ സൈഡ് ഭാഗങ്ങളിലൂടെ കാണാനായിട്ട് സാധിക്കും. ഈ പൂക്കൾ പൊഴിഞ്ഞു പോകുമ്പോൾ ഇത് വിത്ത് പാകമായി നിലത്ത് പൊഴിഞ്ഞു വീഴുകയും പിന്നീട് അതിൽ നിന്ന് ചെടി ഉണ്ടാവുകയും ചെയ്യുന്നു. കിഴങ്ങ് ഭാഗമാണ് ഔഷധമായിട്ട് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഈ ചെടിയുടെ ഇതേ ആകൃതിയിലും നീളത്തിലുമുള്ള നടുക്ക് വെള്ളപ്പൂവുണ്ടാകുന്ന മുത്തങ്ങയും നമ്മൾ ഔഷധത്തിനായിട്ട് ഉപയോഗിക്കും. എല്ലാ ഘടനയും എല്ലാം ഒരുപോലെയാണ്. പൂവിന് മാത്രം വ്യത്യാസമുണ്ട്. വളരെ റൗണ്ടായിട്ട് വെളുത്ത പൂക്കളാണ് നമുക്ക് ആ മുത്തങ്ങയിലും കാണാനായിട്ട് സാധിക്കുന്നത്. സാധാരണയായി ചതുപ്പ് നിലങ്ങളിൽ കാണപ്പെടുന്ന ഈ മുത്തങ്ങ നമ്മൾ ഔഷധത്തിനായിട്ട് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ കിഴങ്ങിന് ചമർപ്പ് രസമാണ്. എന്നാൽ ഒരു ചെറിയ എരിവും അതോടുകൂടി തന്നെ ഒരു പുളിപ്പും ഈ കിഴങ്ങിന് നമുക്ക് അനുഭവപ്പെടും. ഈ കിഴങ്ങ് നമ്മൾ ഔഷധത്തിന് ഉപയോഗിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് കിഴങ്ങ് ഉണക്കി പൊടിച്ചാണ് പലപ്പോഴും ഔഷധത്തിന് നമ്മൾ ഉപയോഗിക്കുന്നത്. കഷായം വയ്ക്കുമ്പോൾ മാത്രമാണ് ജസ്റ്റ് ചതച്ചിട്ട് ഇതിടുന്നത്. അല്ലെങ്കിൽ ഇതിൻ്റെ പൊടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ പൊടി എന്ന് പറയുന്നത് 1 ടീസ്പൂണിൽ കൂടുതൽ നമ്മൾ ഒരിക്കലും ഉപയോഗിക്കാറില്ല. ഇതിൻ്റെ ഔഷധ പ്രാധാന്യം എന്ന് പറയുന്നത് നമ്മുടെ ചുറ്റുപാടും നമുക്കറിയാം, ധാരാളം പേര് തടിയുടെ പ്രശ്നത്തിലോ അല്ലെങ്കിൽ ഓവർ ഒബേസ് ആയിട്ട് വരുമ്പോൾ 1 ടീസ്പൂൺ പൗഡർ രാവിലെയും വൈകുന്നേരവും തിളപ്പിച്ചാറിയ വെള്ളത്തിൽ കലക്കി കുടിച്ചാൽ തടി ഒരു പരിധി വരെ കുറയും. തടി കുറയുക എന്ന് പറഞ്ഞാൽ വിശപ്പ് ശമിപ്പിക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ ആവശ്യമില്ലാത്ത കൊഴുപ്പുകളെ അലിയിച്ച് കളയുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ നമുക്കറിയാം, സാധാരണയായിട്ട് കൗമാരക്കാരായ പെൺകുട്ടികളിൽ കണ്ടുവരുന്ന ഒരു അസുഖമാണ് PCOD, ഇറഗുലർ മെൻസ്ട്രേഷൻ എന്നൊക്കെ പറയും. ഇങ്ങനെ നമ്മുടെ ശരീരത്തിലെ ഹോർമോൺ ഇംബാലൻസിനെ മാറ്റുവാനായിട്ട് ഈ പൊടി ഒത്തിരിയേറെ സഹായിക്കുന്നതാണ്. നമ്മുടെ ശരീരത്തിൽ കാണപ്പെടുന്ന അമിതമായ ചൂട് അല്ലെങ്കിൽ പനി വരുന്ന അവസ്ഥയിലും ഈ ചെടി, ഈ മുത്തങ്ങയുടെ കിഴങ്ങും തഴുതാമയും കുരുമുളകും കഷായം വെച്ച് അത് സമമായിട്ടെടുക്കണം. 5 ഗ്രാം വീതം എടുത്ത് അത് കഷായം വെച്ച് ഉപയോഗിക്കുകയാണ് 2-3 പ്രാവശ്യം ദിവസത്തിൽ ഉപയോഗിക്കുമ്പോൾ പനി കുറയുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒത്തിരിയേറെ പഠനങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നടത്തപ്പെടുന്നുണ്ട്. അതിലൊന്നാമതായിട്ട് കൃമിശല്യം, കുട്ടികളിലുണ്ടാകുന്ന പിൻ വോം എന്നൊക്കെ പറയും. കൃമിശല്യത്തിന് കപ്ലങ്ങയുടെ കുരുവും മുത്തങ്ങയുടെ കിഴങ്ങും 2.5 ഗ്രാം വീതം എടുത്ത് നന്നായിട്ട് ഉണക്കി പൊടിച്ചതിന് ശേഷം 1/2 ടീസ്പൂൺ വീതം കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ കൃമിശല്യം ഒഴിവാകുന്നു. ഇതൊരു റിസർച്ച് പഠനവും കൂടിയാണ്. അതുപോലെ നമ്മുടെ മുഖത്തുണ്ടാകുന്ന ചെറിയ ചെറിയ പാടുകൾ, കറുത്ത പാടുകൾ ഒക്കെ മായ്ക്കാനായിട്ട് 1 ടീസ്പൂൺ കോക്കനട്ട് ഓയിൽ വെളിച്ചെണ്ണയിൽ 1/2 ടീസ്പൂൺ പൊടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് മുഖത്ത് പുരട്ടിയാൽ മുഖത്തിൻ്റെ നമ്മുടെ സ്കിന്നിൻ്റെ നിറം വർദ്ധിപ്പിക്കാനും അതോടൊപ്പം തന്നെ കറുത്ത പാടുകൾ മാറ്റുവാനും സഹായിക്കും. രാവിലെയും വൈകുന്നേരവും ഇത് അപ്ലൈ ചെയ്യണം. ചെയ്ത് കഴിഞ്ഞ് 1/2 മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് തന്നെ അറിയാം സ്കിന്നിനൊരു വരൾച്ച അനുഭവപ്പെടും.
അപ്പോൾ ഇത് മാറ്റി ചെറു ചൂടുവെള്ളത്തിൽ മുഖം കഴുകുന്നതാണ് ഉത്തമം. മുത്തങ്ങയുടെ കിഴങ്ങും ഇഞ്ചിയും തഴുതാമയും 5 ഗ്രാം വീതം എടുത്ത് നന്നായിട്ട് ചതച്ച് പേസ്റ്റ് രൂപത്തിലാക്കി അത് നമ്മുടെ ശരീരഭാഗങ്ങളിൽ ഒത്തിരിയേറെ വേദന അനുഭവപ്പെടുന്ന ഭാഗങ്ങളിൽ ലേപനം ചെയ്താൽ, പുരട്ടിയാൽ ഒരു 10-20 മിനിറ്റ് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ആ വേദനയും നീരും മാറുന്നതായിരിക്കും. അതുപോലെ തന്നെ വാതപ്പരു വന്നാലും ഈ ലേപനം തന്നെ തേച്ചാൽ ആ കുരു പഴുത്ത് പൊട്ടി വാതപ്പരുവിൻ്റെ എല്ലാ അസ്വസ്ഥതകളും മാറുന്നതാണ്. അതുപോലെ തന്നെ വെറ്റില, 2-3 തളിർ വെറ്റിലയും ഉണങ്ങിയ മുത്തങ്ങയുടെ കിഴങ്ങ് 1 ടീസ്പൂണും ചേർത്ത് നന്നായിട്ട് ചതച്ച് അരച്ച് പേസ്റ്റാക്കി എടുത്തിട്ട് അത് ചെറു ചൂടുവെള്ളത്തിൽ ചേർത്ത് ഒരു ടീസ്പൂൺ ഈ പേസ്റ്റ് ചെറു ചൂടുവെള്ളത്തിൽ ചേർത്ത് കഴിക്കുകയാണെങ്കിൽ പെട്ടെന്നുണ്ടാകുന്ന ശ്വാസ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ, കഫക്കെട്ട്, അലർജി സംബന്ധമായ അസ്വസ്ഥതകൾ ഇവയെല്ലാം മാറിക്കിട്ടുന്നതാണ്. പുതിയ പഠനം അനുസരിച്ച് നമ്മുടെ മുത്തങ്ങയുടെ കിഴങ്ങ് അത് ചതച്ച് 1 ഗ്ലാസ് പാലിൽ വെന്ത് ദിവസവും കുടിക്കുകയാണെങ്കിൽ രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാനായിട്ടുള്ള സാധ്യത കൂടുതലാണെന്ന് ശാസ്ത്രീയമായ പഠനങ്ങൾ ഇന്ന് തെളിയിക്കുന്നുണ്ട്. പ്രത്യേകമായിട്ടും ചെറിയ കുട്ടികളിൽ നമ്മൾ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുവാനായിട്ട് 2-3 മുത്തങ്ങയുടെ കിഴങ്ങ് അതിൻ്റെ പുറത്തെ തൊലി കളഞ്ഞ് എടുത്തിട്ട് അത് നന്നായി ചതച്ച് പാലിൽ തിളപ്പിച്ചെടുത്തതിന് ശേഷം കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ അത് രോഗപ്രതിരോധ ശക്തി നൽകുന്നതായിട്ട് പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട്. മുത്തങ്ങയുടെ പൊടി, നന്നായിട്ട് ഉണങ്ങിയ മുത്തങ്ങ പൊടിച്ച് അതിൻ്റെ പൊടി 1 ടീസ്പൂൺ എടുത്ത് 200 ml വെള്ളത്തിൽ നന്നായിട്ട് ചാലിച്ച് അത് തിളപ്പിച്ച് 100 ml ആക്കി എടുത്ത് അത് കുടിക്കുകയാണെങ്കിൽ പെട്ടെന്നുണ്ടാകുന്ന ഗ്യാസ്ട്രൈറ്റിക് സംബന്ധമായ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഉദര സംബന്ധമായ മറ്റ് അസുഖങ്ങൾ ഇവയ്ക്കെല്ലാം വളരെ നല്ല ഫലപ്രദമായ ഒരു മരുന്നായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. നമ്മൾ ഇന്നത്തെ ലോകത്തിൽ നമ്മൾ ഒത്തിരിയേറെ അസ്വസ്ഥതകളും വേദനകളും ഒക്കെ ഉള്ളൊരു കാലഘട്ടമാണ്. പ്രത്യേകിച്ച് സന്ധിവേദന എന്നുള്ള ആ അസുഖം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കാണാറുണ്ട്. ഇങ്ങനെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഉള്ള ഈ അസ്വസ്ഥതയ്ക്ക്, ഈ രോഗത്തിന് മരുന്ന് കഴിക്കണം. അതിൻ്റെ കൂടെ അതിന് ആ നീരും വേദനയും വരുന്ന ഭാഗത്ത് നമുക്ക് അരച്ചിടാൻ വേണ്ടി മുത്തങ്ങ എന്ന് പറയുന്ന ഒരു ചെടിയുടെ കിഴങ്ങാണിത്. മുത്തങ്ങ എന്ന് പറയുന്ന ചെടിയുടെ കിഴങ്ങാണിത്. ഈ കിഴങ്ങ് നമ്മൾ എടുക്കുന്നു. അങ്ങനെ ഈ കിഴങ്ങ് എടുത്ത് അത് പറിച്ചെടുത്ത് കഴുകി അതിനെ നമ്മൾ നല്ലപോലെ തൊലി കളഞ്ഞെടുക്കുന്നു. ഇങ്ങനെ വെളുപ്പിച്ച് ഇങ്ങനെ അതിൻ്റെ പുറത്തെ ആ തൊലി കളഞ്ഞ് നമ്മൾ എടുക്കുന്നു. അങ്ങനെ തൊലി കളഞ്ഞ് എടുത്തതിന് ശേഷം അതും അതിൻ്റെ കൂടെ നമ്മൾ വേറെ ചേർക്കേണ്ട ഒരു മെഡിസിനും കൂടെ ഉണ്ട്, തഴുതാമ. ഇതാണ് തഴുതാമ. ഈ തഴുതാമ എന്ന ചെടിയും കൂടി നമ്മൾ ഇതിൻ്റെ ഇലയും കൂടി അതിൻ്റെ കൂട്ടത്തിൽ അരച്ച് ചേർക്കണം. അരച്ച് ചേർത്ത് സ്വല്പം ഇഞ്ചിയും അതിൽ ചേർക്കണം. ഇഞ്ചിയും അതിനോടുകൂടി അരച്ച് ചേർക്കണം. ഏകദേശം 10 ഗ്രാം വീതം നമുക്കെടുക്കാം. 10 അല്ലെങ്കിൽ 20 ഗ്രാം എടുക്കാം. ഇപ്പം 3 കൂട്ടവും മുത്തങ്ങയുടെ കിഴങ്ങ്, ഇഞ്ചി, തഴുതാമ, ഇത് 3ഉം ഒരു 20 ഗ്രാം വീതം എടുത്ത് നമ്മളത് നന്നായിട്ട് അരച്ച് അത് പേസ്റ്റാക്കുന്നു. അങ്ങനെ പേസ്റ്റാക്കിയ ഈ പേസ്റ്റ് ഇതാണ് അരച്ച് ഉരുട്ടി നമ്മൾ പേസ്റ്റാക്കിയ ഈ മരുന്ന്. ഇങ്ങനെ പേസ്റ്റാക്കിയ ഈ മരുന്നിലേക്ക് സ്വല്പം ചൂടുവെള്ളം ഒഴിക്കുക. സ്വല്പം ചൂടുവെള്ളം ഒഴിച്ച് നമ്മളതിനെ ഒന്ന് ലൈറ്റാക്കി തേക്കാൻ പാകത്തിനുള്ള രൂപത്തിലാക്കുന്നു. ഒരു സ്വല്പം ചൂടുവെള്ളം ഒഴിച്ച് അതിനെ ലയിപ്പിച്ച് ഇങ്ങനെ പേസ്റ്റ് പോലെ അല്ലെങ്കിൽ ലേപനം പോലെ ആ വേദനയുള്ള ഭാഗത്ത് ഇടാൻ പാകത്തിന് ലേപനം രൂപത്തിലാക്കണം. അതായത് നമ്മൾ ഇങ്ങനെ ഇരിക്കും. ഇത് നമ്മളെടുത്ത് ഇപ്പം കൈയുടെ സന്ധിയിലാണെങ്കിൽ നമ്മൾ ഇങ്ങനെ ഇതിനെ നമ്മൾ തേച്ച് വെക്കുന്നു. ഇങ്ങനെ ഇതിനെ പിടിപ്പിച്ച് വെക്കുന്നു. ഇങ്ങനെ നമ്മൾ പിടിപ്പിച്ച് വെച്ച് കഴിഞ്ഞ് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ കഴിയുമ്പോൾ ഇതിനെ നമ്മൾ
കഴുകിക്കളയാം. ഇങ്ങനെ കഴുകിക്കളയുന്നതും ചെറു ചൂടുവെള്ളത്തിൽ വേണം കഴുകാനായിട്ട്. കാരണം ഇവരുടെ ശരീരം എപ്പോഴും തണുത്താണ് ഇരിക്കുന്നത്. ആ തണുത്തിരിക്കുന്ന ശരീരത്തിന് തണുപ്പ് വെള്ളം ഒട്ടും ഉപയോഗിക്കാനായിട്ട് അവർക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ചൂടുവെള്ളത്തിൽ വേണം അത് കഴുകിക്കളയാനായിട്ട്. അങ്ങനെ ദിവസം 2 പ്രാവശ്യം ചെയ്യുക. അങ്ങനെ ദിവസം 2 പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോൾ ആ വേദന കുറഞ്ഞു കിട്ടും, ആ നീരും അങ്ങോട്ട് കുറഞ്ഞു കിട്ടും. അങ്ങനെ ആൾക്ക് കുറച്ച് സമാധാനമായിട്ട് തൻ്റെ ജോലികളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും. ശ്വാസം മുട്ടൽ, അതുപോലെ തന്നെ കഫക്കെട്ട് എന്നുള്ള അസുഖങ്ങളൊക്കെ ഈ ജൂൺ ജൂലൈ മാസങ്ങളിൽ അല്ലെങ്കിൽ നല്ല തണുപ്പുള്ള കാലത്ത് ഉണ്ടാകുന്നതാണ്. ഇങ്ങനെ തണുപ്പുള്ള കാലത്തും ഈ സീസൺ, അതായത് ഒരു സീസൺ കഴിഞ്ഞ് അടുത്ത സീസണിലേക്ക് നമ്മൾ കടക്കുമ്പോൾ, മഴക്കാലം കഴിഞ്ഞ് മഞ്ഞുകാലത്തിലേക്ക് ഇങ്ങനെയൊക്കെ നമ്മൾ കടക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരസുഖമാണ് ശ്വാസം മുട്ടലും കഫക്കെട്ടുമൊക്കെ. ഇങ്ങനെ ശ്വാസം മുട്ടലും കഫക്കെട്ടിനുമൊക്കെ നമ്മൾ ഓടി ആശുപത്രിയിലേക്കാണ് പോകുന്നത്. എന്നാൽ നമ്മുടെ തൊടിയിൽ തന്നെ ഈ മരുന്ന് ഉണ്ട്, നമുക്ക് അത്യാവശ്യം ഉപയോഗിക്കാൻ പെട്ടെന്നൊരു ആശ്വാസമാകാൻ വേണ്ടി. അതിനുപയോഗിക്കുന്ന ഒന്നാണ് നമ്മളുടെ ഈ മുത്തങ്ങ. ഇതാണ് മുത്തങ്ങയുടെ കിഴങ്ങ്. ഇങ്ങനെ ഈ മുത്തങ്ങയുടെ കിഴങ്ങും അതുപോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് വെറ്റില. നമ്മുടെ എല്ലാവരും സാധാരണയായിട്ട് വെറ്റില നമ്മൾ ഈ തൊടിയിൽ നമ്മൾ വളർത്താറുണ്ട്. വെറ്റില നമ്മൾ എല്ലാ വീടുകളും തന്നെയുണ്ട്. സാധാരണ കുഞ്ഞു പിള്ളേരൊക്കെ ഉള്ളിടത്ത് വെറ്റില കാരണന്മാരത് വളർത്താറുണ്ട്. വെറ്റില മുറുക്കാൻ മാത്രമല്ല, വെറ്റില മരുന്നിനും ഉപയോഗിക്കുന്നു. അപ്പോൾ ഈ വെറ്റില നമ്മൾ ഉപയോഗിക്കുന്നു. ഈ രണ്ട് സാധനം, അതായത് മുത്തങ്ങയുടെ കിഴങ്ങും ഈ വെറ്റിലയും കൂടി ചേർത്ത് നമ്മൾ അരയ്ക്കണം. നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. അങ്ങനെ പേസ്റ്റ് പോലെ അരച്ചതാണ് ഇപ്പോൾ ഈ കാണുന്ന ഈ പേസ്റ്റ്. അത് മുത്തങ്ങായ ഒരു 10 ഗ്രാം എടുക്കണം. അതുപോലെ തന്നെ വെറ്റിലയും ഒരു 10 ഗ്രാം. അതിനൊരു 10 ഇല എടുത്താൽ മതി. 10 ഇല എടുത്തിട്ട് 1 ഗ്രാം ഒരു ഇല നമുക്ക് കണക്കാക്കാം ഏകദേശം. അപ്പം 10 ഗ്രാം വെറ്റില എടുക്കണം. വെറ്റിലയുടെ ഒരു വെറ്റില 1 ഗ്രാം വീതം അങ്ങനെ ചിന്തിച്ച് 10 ഇല എടുക്കുക. ഈ മുത്തങ്ങ ഒരു 10 ഗ്രാം എടുക്കുക. അത് ഏകദേശം 10 ഗ്രാം എന്ന് പറയുമ്പോൾ ഇത്രയും മുത്തങ്ങ കാണും. അതിൻ്റെ തൊലി കളഞ്ഞ് എടുക്കുന്നതാണ് നമ്മൾ ഈ കാണുന്ന ഇത്. ഈ മുത്തങ്ങ നമ്മൾ എടുത്തു. അങ്ങനെ ഇത്രയും സാധനം എടുത്തതിന് ശേഷം ഇതിനെ നന്നായിട്ട് ചതയ്ക്കണം. നമ്മൾ ഇതുപോലെയുള്ള നല്ലൊരു കല്ലെടുത്തിട്ട് അതിലേക്ക് ആദ്യം മുത്തങ്ങ നന്നായിട്ട് ചതച്ചെടുക്കണം. മുത്തങ്ങ ചതച്ചതിന് ശേഷം വീണ്ടും ഈ വെറ്റില എടുത്ത് അതിൻ്റെ കൂടെ ചതയ്ക്കണം. അങ്ങനെ കൂടെ ചതച്ച് കഴിയുമ്പോഴത്തേക്കും ഇത് രണ്ടും കൂടെ ഒന്നിച്ച് ചതച്ച് കഴിയുമ്പോൾ അത് രണ്ടും കൂടെ അങ്ങ് ജോയിൻ്റ് ആയി കഴിഞ്ഞ് അതിനെ നന്നായിട്ട് നമ്മൾ അരച്ചെടുക്കണം. അങ്ങനെ അരച്ചെടുത്ത ഒരു പേസ്റ്റാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. ഇത് ഒരു 2 ഗുളികയാക്കുക. 2 ഗുളിക വലുപ്പത്തിലാക്കുക. ഇങ്ങനെ 2 ഗുളിക വലുപ്പത്തിലാക്കിയതിന് ശേഷം രാവിലെ 1 ഗുളിക കഴിക്കുക, വൈകുന്നേരം 1 ഗുളിക കഴിക്കുക. ഇങ്ങനെ രാവിലെ 1 ഗുളികയും വൈകുന്നേരം 1 ഗുളികയും കഴിച്ച് കഴിയുമ്പോൾ കഴിക്കുമ്പം തന്നെ നല്ലൊരു ആശ്വാസം കിട്ടും. അതിനുശേഷം ഈ ഒരു 5 ദിവസത്തേക്ക് ഇങ്ങനെ അടുപ്പിച്ച് കഴിച്ചു കഴിഞ്ഞാൽ കഫക്കെട്ട്, ശ്വാസം മുട്ടൽ ഇതിനെല്ലാം നല്ല ആശ്വാസം ലഭിക്കുന്നതാണ്. നാം കളയാണെന്ന് വിചാരിച്ച് പറിച്ച് പിഴുതെറിഞ്ഞ് കളയുമ്പോഴും ഒത്തിരി മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന അല്ലെങ്കിൽ ഔഷധ ഗുണങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ചെടിയാണ് മുത്തങ്ങ. ദൈവം ഈ ഭൂമിയിൽ ഒരു ചെറിയ പുഷ്പത്തെ പോലും വിരിയിച്ചാൽ അതിനും അതിൻ്റേതായ ഒരു ധർമ്മമുണ്ട്. മുത്തങ്ങയും നമ്മുടെ ജീവിതത്തെ തന്നെ പലപ്പോഴും നമുക്കറിയാം, ചെറിയ അസുഖങ്ങൾ വരുമ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോകുന്നതിനേക്കാൾ ഉപരിയായിട്ട് നമുക്ക് തന്നെ വീട്ടിൽ തയ്യാറാക്കി ഉപയോഗിക്കാൻ കഴിയുന്ന വളരെ ഫലപ്രദമായ ഒരു മരുന്നായിട്ടാണ് മുത്തങ്ങ മാറുന്നത്. നമ്മുടെ വയനാട്ടിൽ മുത്തങ്ങ എന്നറിയപ്പെടുന്ന സ്ഥലം തന്നെയുണ്ട്. ധാരാളമായിട്ട് ഈ മുത്തങ്ങ, പലതരത്തിലുള്ള മുത്തങ്ങയുടെ വെറൈറ്റീസ് അവിടെ കാണാനായിട്ടും നമുക്ക് സാധിക്കും. മുത്തങ്ങയുടെ ഉപയോഗം ഓരോ ദിവസവും നമ്മുടെ ഔഷധ സസ്യങ്ങളുടെ കൂട്ടത്തിലേക്ക് എടുക്കുവാൻ നമുക്ക് സാധിക്കണം. ദൈവം നൽകിയ ഈ ഒരു ചെടിയെയും കൂടി പരിചയപ്പെടാൻ സാധിച്ചതിന് നമുക്ക് നന്ദി പറയാം. നമ്മുടെ അടുക്കളയിലും ഔഷധ സസ്യങ്ങളുടെ തൊടിയിലും ഇതും ഇനി മുതൽ കാണപ്പെടട്ടെ. നീ തന്ന പൂവും തളിരിലയും തെളിനീരും ഇളം കാറ്റും ഞാൻ തന്നെയാണെന്നറിയുമ്പോൾ
ഒരു മാത്ര കൂടി നിന്നിൽ അലിയുന്നു ഞാൻ.